The Real FM 103.6. ശ്രദ്ധ. തൊഴിൽ രഹിതർക്ക് സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി ജോലി ലഭിക്കുമെന്ന കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതുമാത്രമല്ല സത്യത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ചെയ്യുന്നത്. തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ബാങ്കുകൾ വഴി വായ്പ നൽകുന്ന പദ്ധതിയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി സർക്കാർ നടപ്പാക്കുന്നുണ്ട്. ഇത്തരത്തിൽ 10 ലക്ഷം വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിക്ക് പക്ഷേ അപേക്ഷകരുടെ എണ്ണം കുറവാണത്രേ. പൊതുജനങ്ങൾക്ക് ഈ പദ്ധതിയെക്കുറിച്ചുള്ള അജ്ഞതയാവാം ഒരുപക്ഷേ ഇതിന് കാരണം. 20% മുതൽ 25% വരെ വായ്പാ സബ്സിഡി ലഭിക്കുന്ന കേരള സ്റ്റേറ്റ് സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ ദ രജിസ്ട്രേഡ് അൺഎംപ്ലോയിഡ് അഥവാ കെസ്റു, കൂടാതെ ജോബ് ക്ലബ് എന്നീ പദ്ധതികൾ വഴിയാണ് ഇത് നടപ്പാക്കുന്നത്. 21 മുതൽ 50 വയസ്സുവരെ പ്രായമുള്ള തൊഴിൽ രഹിതർക്ക് വലിയ പ്രയോജനം ലഭിക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് ഇന്നത്തെ ശ്രദ്ധയിൽ വിശദീകരിക്കുന്നു തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ റെക്സ് തോമസ്. അപേക്ഷകരുടെ 2 സെറ്റ് അപേക്ഷ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സമർപ്പിക്കണം. 2 സെറ്റിലും ലീഡറായി നിൽക്കുന്ന ഉദ്യോഗാർത്ഥിയുടെയും അതുപോലെ മെമ്പറായി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുടെയും ഫോട്ടോ വേണം. അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും വരുമാന പരിധി 1 ലക്ഷത്തിൽ കുറവാണെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ പ്രമാണരേഖകൾ വേണം. ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുകൾ വേണം. ഇലക്ഷൻ കാർഡ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് ഇവയൊക്കെ ഉണ്ടെങ്കിൽ അവയുടെ പകർപ്പുകളും ഇതോടൊപ്പം ചേർത്ത് വെക്കാം. അതുമാത്രമല്ല പ്രൊജക്ട് റിപ്പോർട്ട് അത് നിർബന്ധമായിട്ടും വേണം. ലോൺ സാങ്ഷൻ ആകുന്ന നിമിഷം 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ അവര് ബോണ്ട് പേപ്പറിൽ അവരുടെ എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്. ശ്രദ്ധ ഇനി മറ്റൊരു വിഷയത്തിലേക്ക്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ശാരീരികവും ബൗദ്ധികവും സാമൂഹികവുമായ ഗുണങ്ങൾ വളർത്താനും അവർക്കിടയിൽ പൗരബോധവും അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് കേരള പോലീസ് 2010 മുതൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കിയ പദ്ധതിയാണ് SPC അഥവാ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവരുന്ന ഈ പദ്ധതിയിൽ നിലവിൽ 83,000-ലധികം വിദ്യാർത്ഥികൾ പരിശീലനം തേടുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുവന്ന SPCക്ക് ഇപ്പോൾ പക്ഷേ അത്ര നല്ല സമയമല്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സമയബന്ധിതമായി പദ്ധതിക്കാവശ്യമായ ഫണ്ട് ലഭിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. താൽക്കാലികമായി PTA-യും മറ്റും സഹായിച്ചുകൊണ്ട് നിലനിർത്തുന്ന പദ്ധതി ഈ അവസ്ഥ തുടർന്നാൽ നല്ല രീതിയിൽ ഏറെ നാൾ മുന്നോട്ട് പോവുക വലിയ പ്രയാസമായിരിക്കും. കൊടുവള്ളി GHSS-ലെ SPC CPO സുബൈദ വയോളി ശ്രദ്ധയോട്. കഴിഞ്ഞ വർഷം 2023 ഓഗസ്റ്റിൽ വരെയുള്ള ഫണ്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ആ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ 3 മാസത്തെ ഫണ്ട് നമുക്കൊരു 19,000 സംതിങ് ആണ് ലാസ്റ്റ് കിട്ടിയത്. അതിനുശേഷം ഏകദേശം ഇപ്പോ 1.5 വർഷത്തോളം ഏകദേശം ആവുകയാണ്. അതിനുശേഷം നമുക്ക് ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. കുട്ടികൾക്ക് സാധാരണയായിട്ട് ആഴ്ചയിൽ 2 ആക്ടിവിറ്റി ഡേ ആണുള്ളത്. ബുധനാഴ്ച ഈവനിങ്, സാറ്റർഡേ രാവിലെ മുതൽ ഉച്ചവരെ. അപ്പൊ അവർക്ക് നമുക്ക് റിഫ്രഷ്മെന്റ് കൊടുക്കേണ്ടി വരാറുണ്ട്. ഈ റിഫ്രഷ്മെന്റ് നമുക്ക് ഒക്കെ കണ്ടെത്തേണ്ട ഒരു ബാധ്യതയാണ് നമുക്ക് വരുന്നത്. അതേപോലെ അവരുടെ ഇപ്പൊ സ്കൂള് ഓപ്പൺ ചെയ്ത് ജൂണിൽ നമ്മൾ കുട്ടികളെയൊക്കെ ഫോം ചെയ്തതാണ്. പുതിയ 8ാം ക്ലാസ്സിലെ ജൂനിയർ കാഡറ്റ്സിനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു ഓൾറെഡി. പക്ഷെ ആ കുട്ടികൾക്ക് യൂണിഫോമിന്റെ ഫണ്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അവർക്ക് 2 യൂണിഫോം ആണുള്ളത്. ഒന്ന് PT ഡ്രസ്, അതേപോലെ SPC യൂണിഫോം. അപ്പൊ ഈ 2 യൂണിഫോമിന് ഏകദേശം ഒരു 2,500-ന്റെ അടുത്തൊക്കെ കുട്ടികളുടെ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് യൂണിഫോം ഫണ്ട് വരുമെന്നാണ് കഴിഞ്ഞ മാസത്തെ മീറ്റിംഗിലൊക്കെ പറഞ്ഞത്. യൂണിഫോം കോസ്റ്റ് അടുത്ത് തന്നെ കിട്ടും. അതേപോലെ റിഫ്രഷ്മെന്റും ഏകദേശം 45,000 വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് കുട്ടികളിൽ നിന്നും അതേപോലെ പിന്നെ SPC, ഗാർഡിയൻ, PTA, CPOs, HM-മാർ ഇവരൊക്കെ അഡ്വാൻസ് ചെയ്തിട്ടൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ കുട്ടികൾക്ക് വെക്കേഷനുകളിൽ ക്യാമ്പ് ഉണ്ടാവാറുണ്ട് 3 ദിവസങ്ങളിലായി. ഇപ്പൊ കഴിഞ്ഞ ഓണം വെക്കേഷനിൽ 3 ദിവസത്തെ ക്യാമ്പ് നടത്തിയതാണ്. അപ്പൊ ഈ ക്യാമ്പിന് ഉള്ള ഫണ്ട് അതേപോലെയൊക്കെ നമുക്ക് കുട്ടികളെ നിന്ന് അഡ്വാൻസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ CPO-മാരോ SCPO ഒക്കെ അഡ്വാൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡേ ക്യാമ്പാണ്. അപ്പൊ അതിനുള്ള ഫുഡ് കാര്യങ്ങൾ അതേപോലെ ഫാക്കൽറ്റീസിനെ ഒക്കെ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരാറുണ്ട്. പിന്നെ അതേപോലെ കുട്ടികളുടെ പാസിംഗ് ഔട്ട് പരേഡ്, അതും ഒരു വലിയൊരു എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മൾ ഈ അടുത്ത് തന്നെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ഏകദേശം ഒരു 46,000 രൂപയോളം നമുക്ക് 2 സ്കൂളുകൾ
ബാച്ചുകൾ ഒരുമിച്ചാണ് നടത്തിയത്. അപ്പൊ ഏകദേശം അത്രയും ചെലവ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പല രീതികളിലൂടെ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയാണുള്ളത്. നേരത്തെ ഫണ്ട് വന്നിരുന്നു, ഏകദേശം 1.5 വർഷത്തോളമായി നമുക്ക് ഫണ്ട് ലഭിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പദ്ധതിയിൽ പരിശീലനം തേടുന്ന വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് കൊടുവള്ളി സ്വദേശി KT സുനി. ഞാനിപ്പോ കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPCന്റെ ഗാർഡിയൻ പ്രസിഡന്റാണ്. അപ്പം നമുക്കിപ്പോ SPC യൂണിറ്റിന് ഇപ്പൊ 2023 ഓഗസ്റ്റ് മാസം വരെയാണ് ഇപ്പോൾ സർക്കാർ ഫണ്ട് നമുക്ക് വന്നിട്ടുള്ളത്. പല പ്രവർത്തനങ്ങൾക്കും ഈ ഫണ്ടിന്റെ ലഭ്യതക്കുറവ് മൂലം പ്രയാസം അനുഭവിക്കുകയാണ്. ഇപ്പൊ ഈ അവസാനമായിട്ട് നടന്നിട്ടുള്ള പാസിംഗ് ഔട്ട് പരേഡ് വരെ, കാരണം വെച്ചാൽ അവിടെ 2 സ്കൂളുകൾ, കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും കരുവമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളും ഒരുമിച്ചായിരുന്നു പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയിരുന്നത്. അതിന് ഞങ്ങൾക്ക് ഏകദേശം 46,000 ഉറുപ്പിയോളം നമുക്ക് ചെലവ് വരുന്നുണ്ട്. പക്ഷെ ആ ചെലവുകളൊക്കെ തന്നെ ഇപ്പം മറ്റ് ഫണ്ടുകളൊന്നും വരാത്തത് കൊണ്ട് ഇപ്പം ഈ പാരന്റ്സും അതുപോലെ തന്നെ PTA ഒക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ നടത്തിപ്പോരുന്നത്. പിന്നെ ദൈനംദിന ചെലവുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ സർക്കാർ ഫണ്ട് കിട്ടാത്തത് കൊണ്ട് വളരെ പ്രയാസം അനുഭവിക്കുക. അപ്പോൾ രക്ഷിതാക്കളെ ഞങ്ങൾ നിരന്തരമായി ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ട് അവരും അതിൽ സാമ്പത്തികമായി ചെയ്യാൻ പറ്റുന്ന രക്ഷിതാക്കളുണ്ട്, വളരെ വളരെ താഴെ ഉള്ള ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയാസം ഇപ്പൊ നിലവിൽ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇപ്പം ടീച്ചേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ DIമാർക്കാണെങ്കിലും ഒന്നും ആ ബന്ധത്തിലുള്ള ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യവും ഇപ്പം ഞങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാറുള്ളത്. അപ്പം സർക്കാർ ഫണ്ട് ഇത്തരം CC യൂണിറ്റുകൾക്ക് സാധാരണക്കാര് പഠിക്കുന്ന ഒരു വിദ്യാലയം എന്നുള്ള നിലയ്ക്ക് അത്തരം ഫണ്ടുകൾ വളരെ അത്യന്താവശ്യമാണ്. അപ്പൊ ആ ഫണ്ടുകൾ കിട്ടൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതുപോലെ പല ഫണ്ടുകളും ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പല ഫണ്ടുകളും അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സർക്കാർ ഇതിന് വേണ്ട ഒരു സഹായം ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം യൂണിറ്റുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കൂ. പല സ്കൂളുകളും ഇത് നടത്തിക്കൊണ്ടുപോകാൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഫണ്ടിന്റെ കാര്യം ഒക്കെ അങ്ങനെ വരുന്ന സമയത്ത് അവരും വല്ലാതെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഒരു ശാശ്വത പരിഹാരം ഇതിന് വേണം എന്നുള്ളതാണ് രക്ഷിതാവ് എന്നുള്ള നിലക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനുമിടയിൽ വലിയ രീതിയിൽ ഗുണപരമായ സ്വാധീനമുണ്ടാക്കിയ SPC പദ്ധതി ഇനിയും മികച്ച രീതിയിൽ തുടരേണ്ട ഒന്ന് തന്നെയാണ്. പദ്ധതി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണം. ഇച്ഛാശക്തിയോടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കുമെന്ന് പ്രത്യാശിക്കാം. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.